കൊടുങ്ങല്ലൂർ അമ്മയെ സ്വന്തം ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കുടിയിരുത്തി തരാം, വെളിച്ചപ്പെടുന്നതിന് വേണ്ടി, വെട്ടുന്നതിന് വേണ്ടി ഇത്ര പണം ചെലവാക്കണം, കൊടുങ്ങല്ലൂർ അമ്മ കുടിയിരിക്കുന്ന മണ്ണ് ഇതാണ്, ഇവിടേക്ക് നിങ്ങൾ എത്തുക, ഇതിൽ ലയിക്കുക. ഇന്നു മുതൽ വടക്ക് നിന്നും ഉള്ള പല ഭക്തരും എത്തിത്തുടങ്ങും. തിരക്കായിരിക്കും കാവില്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും, അതായത് ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, വിരിവെക്കാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ, ഇതിനെക്കുറിച്ചും അതേപോലെ തന്നെ വളരെ പ്രധാനമായത് കാവിൽ എത്തുന്ന ഭക്തജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം, അതിനെക്കുറിച്ച് കൂടി ഒരു മുന്നറിയിപ്പുമായിട്ട് നമ്മളുടെ ക്ഷേത്ര ഉപദേശക സമിതിയിലെ അംഗമായിട്ടുള്ള ശ്രീ ടിനോയ് കണ്ണൻ തന്നെ നമ്മളോട് ചേരുന്നതാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. നമസ്കാരം, ഞാൻ ടിനോയ് കണ്ണൻ, കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പാബ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി അംഗമാണ്. നമ്മൾ ഈ പ്രാവശ്യം ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ അമ്മയുടെ നടയിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വളരെ നല്ല രീതിയിൽ ഇവിടെ സന്ദർശിക്കാനും ദർശനം നടത്താനും അതുപോലെ വിരിവെക്കാനും ടോയ്ലറ്റ് സൗകര്യം എല്ലാം ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും ചേർന്ന് നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ വർദ്ധിക്കുന്ന തിരക്ക് വളരെയേറെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണ സൗകര്യം ഉപദേശക സമിതിയും അന്നദാന യജ്ഞ സമിതിയും ചേർന്ന് തെക്കേ നടയിൽ ഒരുക്കിയിട്ടുണ്ട്. കോമരങ്ങൾ എല്ലാവരും വളരെ ഭക്തിയോടുകൂടി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെത്തുമ്പോൾ അത് കൊടുങ്ങല്ലൂർ അമ്മയിൽ ജീവിതം സമർപ്പിക്കുന്ന ഒരു പിടി ആളുകളാണ് ഇതിനു വേണ്ടി എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിനിടയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. ഭക്തിയെ ചൂഷണം ചെയ്തു വരുന്ന ഒരു രീതി, ഭക്തിയിൽ ആറാടി വരുന്ന നമ്മുടെ കോമരങ്ങളെ പലവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു രീതിയും ഇവിടെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ കോമരങ്ങൾ ആരും അതിൽ പെട്ടുപോകരുത്. കാരണം പല രീതിയിലുള്ള ആളുകളാണ് ഭക്തിയുടെ മറവിൽ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലാണ്. കൊടുങ്ങല്ലൂർ അമ്മയെ സ്വന്തം ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കുടിയിരുത്തി തരാം, അതുപോലെ വാള് വെളിച്ചപ്പെടുന്നതിന് വേണ്ടി, വെട്ടുന്നതിന് വേണ്ടി ഇത്ര പണം ചെലവാക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ മോശമായ ഒരു രീതിയിലേക്ക് ഒരു പറ്റം ആളുകൾ കോമരങ്ങളെയും അതുപോലെ സാധാരണ ഭക്തജനങ്ങളെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കോമരങ്ങളും ഭക്തന്മാരും അതിലൊന്നും വീണു പോകരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പരമാവധി ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ഒരു കാര്യം ശ്രദ്ധിക്കുക, കൊടുങ്ങല്ലൂർ അമ്മ കുടിയിരിക്കുന്ന മണ്ണ് ഇതാണ്, ഇവിടേക്ക് നിങ്ങൾ എത്തുക, ഇതിൽ ലയിക്കുക, ഈ ഭക്തിയിൽ നിങ്ങൾ ആറാടുക, അതാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ ഒരു ചൂഷണത്തിനും ഒരു കോമരങ്ങളും ഒരു ഭക്തന്മാരും ഒരിക്കലും ഭാഗവാക്കാവരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.